ഇപ്പോൾ ഒരു കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു. കോടതി ജീവനക്കാരനാണ് ഒന്നാം പ്രതി. ഇപ്പോൾ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേസ് ജോസും ആന്റണി രാജും അവർക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പക്ഷേ വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വകുപ്പുകളാണ് കേസിൽ ചേർത്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അത്രത്തോളം കഠിനമായ ഒരു ശിക്ഷയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുക, അല്ലേ? തീർച്ചയായും കെ അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു സുപ്രധാന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് 10 വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഉള്ളതിനാൽ നെടുമ്പങ്ങാട് കോടതിക്ക് ശിക്ഷാവിധി പറയാൻ അധികാരമില്ല എന്നുള്ള വിവരം കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പ്രോസിക്യൂഷൻ വിധി മേൽക്കോടതി പറയുവാൻ വേണ്ടി അപേക്ഷ നൽകി എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. മേൽക്കോടതി വിധി പറയണമെന്ന് പ്രോസിക്യൂഷൻ നെടുമ്പങ്ങാട് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. 14 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ഇപ്പോഴും ഈ ഒരു കേസിൽ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായി ഈ വകുപ്പുകൾ ഒരു ആന്റണി രാജുവിന് കനത്ത തിരിച്ചടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ടുള്ള ഒരു വകുപ്പും എടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ജീവപര്യന്തം വരെ ലഭിക്കുവാനുള്ള സാധ്യതയാണ്. കോടതി അത് പരിശോധിക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഉത്തരവ് തന്നെയായിരിക്കും, അത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധി തന്നെയായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാവുക. അതായത് 6 വകുപ്പുകളിലാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലേ? ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും അടക്കം തെളിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും സുരേഷ്, 6 വകുപ്പുകളിൽ തന്നെയാണ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് എടുത്തു പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് IPC 34, അതുപോലെ തന്നെ 409 അടക്കമുള്ള വകുപ്പുകളുണ്ട്. തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ളതുണ്ട്. ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന പൊതുവായ ഉദ്ദേശത്തോടുകൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള സുപ്രധാനപരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണുള്ളത്. ആ വകുപ്പുകൾ ചെയ്തു എന്ന് കൃത്യമായിട്ട് കോടതിയിൽ അത് തെളിയിക്കുകയും വിചാരണ വേളയിൽ അത് സാധിക്കും, പ്രോസിക്യൂഷൻ അടക്കം സാധിക്കുകയും ചെയ്തു. ആ തെളിവുകളടക്കം കോടതിയിൽ എത്തിച്ചുകൊണ്ട് അത് ചെയ്തു എന്ന് തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ അടക്കം സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിധി കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. യെസ് വീണ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങൾ സ്വാഭാവികമായും ഈ വിഷയം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ പ്രതിനിധി കൂടിയാണ് ആന്റണി രാജു. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരിച്ചടി ആന്റണി രാജുവിന് മാത്രമല്ല CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായി കഴിഞ്ഞു എന്ന് വേണം പറയാനല്ലേ? ആ രീതിയിൽ വേണം രാഷ്ട്രീയമായി ഇതിനെ വിലയിരുത്താനല്ലേ? തീർച്ചയായും അങ്ങനെ നമുക്ക് വിലയിരുത്താം എന്നുള്ളതാണ്. കാരണം ഈ സർക്കാർ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇടതുപക്ഷം ജനപക്ഷത്തിനൊപ്പമാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ജനദ്രോഹ തരങ്ങളൊന്നും ചെയ്യുന്നില്ല, കള്ളത്തരങ്ങളൊന്നും ചെയ്യുന്നില്ല, നീതി നടപ്പാക്കുന്നതിൽ ജനഹിതം അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമൊക്കെയാണ് നടത്തുന്നതെന്നൊക്കെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം സർക്കാരിന്റെ ഒരു പൊതുവിലുള്ള ഒരു ജനകീയ മുഖം നഷ്ടപ്പെട്ടൊരു സാഹചര്യമുണ്ട്. ജനവിരുദ്ധ വികാരങ്ങൾ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നും പ്രകടമായിരുന്നു. ആ തിരിച്ചടി സംസ്ഥാന സർക്കാരിൽ ഉണ്ടാവുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ MLA കൂടിയാണ്, മുൻ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ്. വലിയ തരത്തിൽ സർക്കാർ വലിയ പ്രതീക്ഷ, അതായത് തിരുവനന്തപുരം നഗരത്തിലെ നിയമസഭാ മണ്ഡലത്തിലെ MLA കൂടിയാണ്. ആ MLA തന്നെ ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കേസ്, അതിൽ സുപ്രധാനപരമായി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കേസ്, അതിൽ സുപ്രധാനപരമായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തെളിവുകൾക്ക് കൃത്യമായിട്ട് തെളിവുകൾ ഉണ്ടാകുന്നു, കോടതിയുടെ ഭാഗത്ത് നിരീക്ഷണം ഉണ്ടാകുന്നു, കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കോടതി ശിക്ഷ വിധിക്കുമ്പോൾ അത് പാർട്ടിയും പ്രതിക്കൂട്ടിലാക്കും, ഒപ്പം തന്നെ CPM-നെയും പ്രതിക്കൂട്ടിലാക്കും, അതുപോലെ തന്നെ സർക്കാരിനും കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിധി വരുമ്പോൾ അത് മുഖ്യമന്ത്രി അടക്കം വളരെ ഗൗരവത്തോടെ കാണുമെന്നുള്ളതും ഉറപ്പാണ്. ആ പ്രധാനപ്പെട്ട വിധി വരുമ്പോഴത്തേക്കും അത് ആന്റണി രാജു എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുകൂടി അറിയേണ്ടതുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലടക്കം പോയതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ പ്രതികരണം വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് തനിക്കിതിൽ പങ്കില്ല എന്നുള്ളത്. പക്ഷേ അന്ന് പ്രമുഖ അഭിഭാഷകയുടെ ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കുറ്റം ചെയ്തു എന്നുള്ളത്, അതായത് തൊണ്ടി മുതൽ നശിപ്പിച്ചുകൊണ്ട് പ്രതിക്ക് രക്ഷപ്പെടുവാനുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു അന്വേഷണത്തിൽ. അന്ന് ക്ലർക്കിൻ്റെ സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ളൊരു ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്തു എന്നുള്ളത് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. അതിലേറ്റവും എടുത്തു പറയാനുള്ള കാരണം അന്ന് ശിക്ഷിക്കപ്പെട്ട പ്രതി തന്നെ, വിദേശിയായ പ്രതി തന്നെ ആൻഡ്രൂ സാൽവദോസ്
സർവേയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ഇന്റർപോളിനെ തന്നെ വിദേശത്ത് ശിക്ഷിക്കപ്പെടുമ്പോൾ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് ഇത് പറയുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇന്റർപോളിൽ എത്തുന്നു. ഇന്റർപോൾ അത് CBIക്ക് കൈമാറുന്നു. CBI അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നു. അത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇവിടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അത്തരത്തിൽ ദേശീയ മാധ്യമങ്ങളടക്കം ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു. എന്നാൽ 19 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഒരു കേസ് സജീവമാവുകയും തുടർന്ന് അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആന്റണി രാജുവിനെതിരെ കുറ്റപത്രം ചുമത്തി കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വരുന്നു. കോടതിയിൽ ഒരു കേസ് എത്തുന്നു. ആ വാദപ്രതിവാദങ്ങൾ കേൾക്കുന്നു. ആ വാദങ്ങളിലെല്ലാം ആന്റണി രാജുവിന്റെ പങ്ക് തെളിയിക്കുന്ന കൃത്യമായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുന്നു. കുറ്റക്കാരനാണെന്ന് തെളിയുകയും ചെയ്തു. ആ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട 1990 നടന്ന കേസുമായി ബന്ധപ്പെട്ട് 2026 ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ കേസിൽ രാഷ്ട്രീയമായിട്ടുള്ള പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട്. അത് ഇതിന്റെ നടപടികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. 29 സാക്ഷികളുണ്ടെങ്കിലും 19 പേരെ മാത്രമാണ് വിസ്തരിച്ചത്. ഒപ്പം ഈ കുറ്റപത്രം സമർപ്പിച്ചത് 13 വർഷം കഴിഞ്ഞാണ്. അവിടെയൊക്കെയും മാറി ഭരിച്ച ഇടത് വലത് മുന്നണികളുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. 30-ലധികം തവണയാണ് ഈ കേസ് മാറ്റിവെച്ചത്. ഇപ്പോൾ 1 വർഷത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്രമങ്ങൾ വേഗത്തിലായത്. അതുകൊണ്ട് തന്നെ അതിനിർണായകമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം, നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ കേസും അതിന്റെ വിധിയും എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? അതാണ് KP സുരേഷ്. കേരള രാഷ്ട്രീയമൊപ്പം തന്നെ പൊതുസമൂഹം വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന ഒരു കേസിന്റെ വിധിയാണ് ഇന്ന് അല്പസമയങ്ങൾക്കകം ഉണ്ടാകുന്നത്. പ്രോസിക്യൂഷൻ കൃത്യമായി തെളിവുകളടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു വിധി, കോടതിയുടെ വിധി വളരെ ഗൗരവത്തോടു കൂടിയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ അന്ന് അഭിഭാഷകനായിരുന്നു, പിന്നീട് മന്ത്രിസ്ഥാനത്തേക്ക് ആന്റണി രാജു എത്തി. സജീവമായി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകനായി മാറി. ഗതാഗത മന്ത്രിയായിരുന്നു, MLA ആയി ഇപ്പോഴും നിലവിൽ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. പൊതുസമ്മതനായി ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ, ഇടതുപക്ഷത്തിന്റെ നേതാവായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു കുറ്റകൃത്യങ്ങൾ ചെയ്തു. ആ കുറ്റകൃത്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കേസിൽ നിർണായക വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് ഇടതുപക്ഷത്തെയും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അടക്കം അത് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകളും നേതാക്കൾക്കിടയിലുണ്ട്. അതിനാൽ തന്നെ ഏറ്റവും പ്രധാനമായി സമകാലിക രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടുകൂടി, ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കേസിന്റെ വിധിയാണ് അല്പസമയങ്ങൾക്കകം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി പറയാൻ പോകുന്നത്. കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ആന്റണി രാജുവിനെ ലഭിക്കുക. ഇപ്പോൾ വിനീഷ് കൂടി ചേരുകയാണ്. വിനീഷ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അതിനിർണായകമായ ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തിനും ഉണ്ടായത്, കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശിക്ഷ എന്താണെന്നറിയാം. ഇപ്പോൾ 14 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന്റണി രാജുവിന് കനത്ത തിരിച്ചടിയാണ്, കനത്ത പ്രഹരമാണ്, കനത്ത ശിക്ഷയായിരിക്കും സ്വാഭാവികമായും പ്രതീക്ഷിക്കുവാൻ കഴിയുക, അല്ലേ? തീർച്ചയായിട്ടും ആന്റണി രാജുവിൻ്റെ പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത്, മത്സര രംഗത്തൊക്കെ പൂട്ടുവീഴുമോ എന്ന് മണിക്കൂറുകൾക്കകം തന്നെ അറിയാം. ശിക്ഷാവിധി 1 അതിൽ അധികമോ വർഷം വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം പൂർണ്ണമായും ആ സമയം തന്നെ റദ്ദാക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് നീങ്ങും. ഭാരതീയ ന്യായവ്യവസ്ഥയിലെ പ്രധാന നിബന്ധനകൾ താഴെ പറയുന്ന പ്രകാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉടനടിയുള്ള അയോഗ്യതയാകും ഉണ്ടാവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 അതിൽ വർഷം, 2-ലധികം വർഷമുണ്ടായാൽ ഉടനടി തന്നെ ആന്റണി രാജു അയോഗ്യനാകും. ജനപ്രതിനിധി എന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. 2013 സുപ്രീം കോടതിയുടെ ചരിത്രപ്രധാനമായ വിധി പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അന്ന് അറിയപ്പെടുന്നത് ലിലി തോമസ് കേസ് അനുസരിച്ച് 2 അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾക്ക് ശിക്ഷിക്കപ്പെടാവുന്ന അന്നു തന്നെ തങ്ങളുടെ അംഗത്വം നഷ്ടമാകും എന്നതായിരുന്നു 2013 സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി. ആ വിധി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അയോഗ്യത, ജനപ്രതി എന്ന അയോഗ്യതയിലേക്ക് ആന്റണി രാജു കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒരു നിയമ പഴുതുള്ളത്, മുമ്പ് അപ്പീൽ നൽകാൻ 3 മാസമായിരുന്നു മുൻകാലങ്ങളിൽ സമയം ലഭിച്ചിരുന്നെങ്കിൽ കോടതി അത് റദ്ദാക്കിക്കൊണ്ടുള്ള
ഒരു ശിക്ഷാ കാലാവധി കോടതി തന്നെ 2013 അത്തരത്തിലൊരു പ്രസ്താവനയും കോടതിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം സെക്ഷൻ 8(3) പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും കേസിൽ 2 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിച്ചാൽ അയോഗ്യത ഉൾപ്പെടും. അങ്ങനെ ജനപ്രാതിനിധ്യ നിയമത്തിലും അത് വ്യക്തമാകുന്ന സാഹചര്യം തന്നെ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം 6 വർഷത്തിൽ കൂടുതൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്ത ഘട്ടത്തിലേക്കും ഈ ജനപ്രതിനിധിക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നെങ്കിൽ പോലും ഈ ശിക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആന്റണി രാജുവിൻ്റെ വരും കാലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വിചാരണ നടപടികളാണ്, കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനീഷ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായി ഒരു പൂട്ടുവീഴാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളതല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കോടതിയുടെ ശിക്ഷാവിധി പൂർണ്ണമായും പുറത്തു വന്നാൽ മാത്രമേ കുറ്റക്കാരനാണെന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ ശിക്ഷാവിധി പൂർണ്ണമായും പുറത്തു വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ഏതൊക്കെ നടപടിയിലേക്ക് ഈ ജനപ്രതിനിധി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ഷനുകളിൽ മത്സരിക്കാനുള്ള ആന്റണി രാജുവിൻ്റെ അത്തരത്തിലുള്ള ഈ പൊതുജീവന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിൽ പൂട്ടുവീഴുമോ എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2013 സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1 അതിലധികമോ വർഷം 2-ലധികം വർഷം വന്നാൽ പൂർണ്ണമായും അദ്ദേഹം ആ സമയത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്ന സമയത്ത് തന്നെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അദ്ദേഹം അയോഗ്യനാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ശിക്ഷാവിധി എത്ര കാലയളവ് എന്നതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. അതിനുശേഷം ഈ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മേൽക്കോടതി ശിക്ഷാവിധി കൺവെക്ഷൻ പൂർണ്ണമായും സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അംഗത്വം തിരികെ ലഭിക്കുകയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ കീഴ്ക്കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് അത് അല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ പൂർണ്ണമായും സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അത് പൂർണ്ണമായും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ അംഗത്വം തിരികെ ലഭിക്കുകയുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പൂർണ്ണമായും കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കീഴ്ക്കോടതി ഇത്തരത്തിൽ കുറ്റവാളിയാണ് അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ തീരുമാനത്തിലേക്ക് ഇപ്പോൾ കീഴ്ക്കോടതി എത്തിയിരിക്കുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെടുമങ്ങാട് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിയും MLA യും കൂടിയായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 6 മുതൽ 12 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ് ആന്റണി രാജുവും കൂട്ടുപ്രതികളും ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് വലിയ തരത്തിലുള്ള തിരിമറി, വഞ്ചന കുറ്റം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ആന്റണി രാജുവിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ തലത്തിലെ ഫയലുകൾ പൂഴ്ത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് പൂട്ടുവീഴുമോ എന്ന ഒരു സംശയം തന്നെയാണ്. അത് വരും മണിക്കൂറുകളിൽ മാത്രമേ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കോടതിയുടെ ശിക്ഷാവിധി ഏത് തരത്തിലാണ് വരുന്നത് എന്നതാണ് നോക്കിക്കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഭാരതീയ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 6 മുതൽ 12 വർഷം വരെയുള്ള കാലയളവിൽ അദ്ദേഹം അത്തരത്തിലുള്ള ശിക്ഷാ വിധി ലഭിക്കാവുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ക്രിമിനൽ കോടതി പ്രത്യേകിച്ച് ഈ കോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 1 അതിലധികമോ വർഷവുമാണ് ശിക്ഷാ വിധിക്കുണ്ടാവെങ്കിൽ ഉടനെ തന്നെ ആന്റണി രാജു അയോഗ്യനാകും. ജനപ്രതിനിധി എന്ന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2013 സുപ്രീം കോടതിയുടെ വിധി, ചരിത്രപരമായ വിധിയുണ്ട്. ലില്ലി തോമസ് കേസ് എന്നാണ് അത് പറയുന്നത്. ആ ലില്ലി തോമസ് കേസ് പ്രകാരം അദ്ദേഹത്തിന് 2 വർഷത്തിലധികം കേസിൽ അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ പൂർണ്ണമായും തന്നെ അദ്ദേഹത്തിന്റെ ജനപ്രാതിനിധ്യ നിയമം. ഇപ്പോൾ MS വീണയിലേക്ക് വീണ്ടും ഈ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് അതുകൊണ്ട് തന്നെ ഈ 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായതുകൊണ്ട് തന്നെ വിധി പ്രസ്താവിക്കാനുള്ള ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഒരു ഉപഹർജിയും നൽകിയിട്ടുണ്ടല്ലേ?
തീർച്ചയായും കെ പി സുരേഷ്, ഇപ്പോൾ പ്രോസിക്യൂഷൻ ഒരു ഉപഹർജി നൽകിയിരിക്കുകയാണ്. ആ ഉപഹർജിയിൽ പറയുന്നത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് 409 IPC 409 പ്രകാരം 10 വർഷം മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചനയാണ്. ആ ഗൗരവമായിട്ടുള്ള വകുപ്പ് ഈ കേസിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിക്ക് ശിക്ഷ വിധിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. അതായത് 3 വർഷമോ 5 വർഷമോ ഉള്ള കാലാവധിയിലുള്ള അത്തരം ശിക്ഷാ കാലാവധിയുള്ള കേസുകൾ വിധിക്കുന്നതിനുള്ള പരിമിതിയാണ് കോടതിക്ക് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ ഒരു ഉപഹർജി കൂടി നൽകിയിരിക്കുകയാണ്. ഈ വകുപ്പ് നിലനിൽക്കുന്നതിനാൽ തന്നെ 409 എന്ന ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആ ഒരു ശിക്ഷ ലഭിക്കുന്നതിനുള്ള വിധിക്കുന്നതിന് മേൽക്കോടതി ഈ ശിക്ഷ വിധിക്കണമെന്നുള്ള ഒരു ഉപഹർജിയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ ഉപഹർജി ഉടനെ കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപഹർജി കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഈ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഈ ഉപഹർജി കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഒരു ഇടപെടലിലേക്ക്, നിലപാടിലേക്ക് കോടതി എത്തിച്ചേരുക, അല്ലേ? കൃത്യമായും തീർച്ചയായും അങ്ങനെ തന്നെയാണ് KP, നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. കാരണം കുറ്റകൃത്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത് തെളിവുകളുണ്ട്, അത് കൃത്യമായി കോടതി കണ്ടെത്തിയതുമാണ്. പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ പൂർത്തിയാക്കി അത് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ ഈ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ശിക്ഷാവിധി തന്നെയായിരിക്കണം ഉണ്ടാകേണ്ടത്. ആ ഒരു വിധിക്കായി തന്നെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ചെറിയ ശിക്ഷകളിലേക്ക് ഇത് കടക്കരുത്, ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 409 വകുപ്പ് പ്രകാരമാണെങ്കിൽ 14 വർഷം വരെ ജീവപര്യന്തം ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തത്. അതായത് ആന്റണി രാജുവും ഒപ്പം തന്നെ ക്ലർക്കായിരുന്ന ജോസും ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ കോടതി ഒരു ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അത് കുറഞ്ഞ ശിക്ഷയിൽ അത് ഒതുക്കേണ്ടി വരും. അതിനാൽ തന്നെ മേൽക്കോടതി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വിധി പറയണം. ആ വിധി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അല്പസമയങ്ങൾക്ക് മുമ്പ് ഉപഹർജി പറയുന്നത്. ഈ ഉപഹർജിയിൽ കൃത്യമായി അനുകൂലമായിട്ടുള്ളൊരു നിലപാട് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഉപഹർജിയുടെ പരിഗണനയിൽ വന്ന ആ ഉപഹർജിയിൽ ഒരു വിധി പറഞ്ഞതിന് ശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്ക് തന്നെ ഉപഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിയുടെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. KP സുരേഷ്. തൊണ്ടി മുതൽ മാറ്റി കേസിലാണ് ആന്റണി രാജു കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നാം പ്രതി KS ജോസും കുറ്റക്കാരൻ ജഡ്ജി റോബി ഇസ്മയിലാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 6 വകുപ്പുകളിൽ കുറ്റക്കാരനാണ്. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞിരിക്കുകയാണ്.